സന്തോഷമുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഇഷ്ടത്തോടു കൂടി അത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാനുള്ള ഒരു വല്ലാത്തൊരു കണ്ടില്ലേ, എൻ്റെ പിന്നിൽ കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണാനല്ലേ. പൊതുവെ വിഷുവാണ്, മഞ്ഞ നിറം, കൊന്നപ്പൂവ്, സമൃദ്ധി ഒക്കെയാണ് ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ്. അപ്പോൾ ഈ മഞ്ഞ നിറം കാണുമ്പോൾ ഒരു കൗതുകമാണ്, കണ്ണിന് സുഖമുള്ളൊരു നിറമാണ് ഈ മഞ്ഞ. പ്രത്യേകിച്ച് സൂര്യകാന്തി പൂവ്. ഈ സൂര്യകാന്തി പൂവൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ എന്നുള്ളത് അതിശയമാണ് അല്ലേ. പക്ഷെ ഉണ്ടാവും. സൂര്യകാന്തി പൂവെന്ന് മാത്രമല്ല, എന്തും നമ്മുടെ നാട്ടിലുണ്ടാവും. പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ഇറങ്ങി പുറപ്പെടാനുള്ളൊരു ചങ്കൂറ്റും കൂടെ നിൽക്കാൻ കുറച്ച് ആളുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് നടുവട്ടത്ത് രണ്ട് സ്ത്രീകൾ അല്ലേ, റാബിയും ബബിനിയും ചേർന്ന് തുടങ്ങിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സൂര്യകാന്തി കൃഷി പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ നാട് മുഴുവൻ കൊന്ന പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഈ പാട്ടത്തിനടുത്ത ഭൂമിയാണ്. ഏകദേശം 1 ഏക്കറോളം വരുമല്ലേ ഏട്ടാ? നമ്മുടെ ബബിനിയുടെ ഭർത്താവ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് എന്തായാലും ബബിനിയും റാബിയും ഇവിടെ ഇല്ല. ഇവരെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ ഞാൻ പോകുന്ന വഴിക്ക് എടപ്പാളിനവരെ കാണാൻ പറ്റുമെന്ന് ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ കൂടി പരിചയപ്പെടുത്തും. കാരണം അവരാണല്ലോ, അവരുടെ ഒരു ഹാർഡ് വർക്കാണല്ലോ ഈ കാണുന്നത്. അപ്പോൾ അവരെ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അവരെ കാണാൻ നോക്കട്ടെ, എടപ്പാൾ പോയി നോക്കാം. അപ്പോൾ ഇത്രയും ഈ 1 ഏക്കർ ഭൂമിയിൽ അതിമനോഹരമായ രീതിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ സൂര്യകാന്തി പാടം നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ ഈ നാട്ടുകാരി എന്നുള്ളതിൽ എനിക്കത് മോശമല്ലേ. അപ്പോൾ അവരെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനപൂർവ്വം അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ്. ബബിനി അല്ലേ, ഒരാളും കൂടി ഉണ്ട്, റാബിയ മെമ്പർ അല്ലേ. വട്ടംകുളം പഞ്ചായത്തിൽ എത്രാം വാർഡ് മെമ്പറാണ്? 12ാം വാർഡ് മെമ്പറാണ്. അവരിവിടെ ഇല്ല. ആക്ച്വലി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചെണ്ടുവല്ലി കൃഷി ചെയ്തിരുന്നു, അത് സക്സസ് ആയി, നല്ല വിജയമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയൊരു ആത്മവിശ്വാസമായിരിക്കും. അത് മാത്രമല്ല, അതിന്റെ മുന്നേ ഞങ്ങൾ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ചെണ്ടുമല്ലി 2ാം തവണ ചെയ്തപ്പോഴാണ് നല്ല സക്സസ് ആയത്. കൊറോണ ടൈമിൽ ചെയ്തപ്പോൾ അത്ര വിജയിച്ചില്ലായിരുന്നു. കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ അത് നല്ലൊരു വിജയമായി. അപ്പൊ ഇനിയിപ്പോ അടുത്ത പരിപാടി ഇതിന്റെ എങ്ങനെ നമ്മൾ ആട്ടാനാണ് ഉദ്ദേശം? എണ്ണ ആട്ടുന്നത് എങ്ങനെയാ? എണ്ണ ആട്ടിയിട്ടും പിന്നെ നട്സായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എണ്ണ ആട്ടുന്നത് പാലക്കാട് മാത്രമേ ഇടുന്നാണ് അറിഞ്ഞത്. അപ്പോൾ കുറച്ച് എണ്ണ ആട്ടിലും ബാക്കി നട്സായിട്ട് ഉപയോഗിക്കാം. 1 ഏക്കർ ഭൂമിയാണോ? 1 ഏക്കറിലാണ്. ആരുടെ ഭൂമിയാ?
അത് തൊട്ടടുത്തുള്ള പാട്ടത്തിനടുത്താണ്. അവിടെ തന്നെയാണോ സ്ഥിരമായിട്ട് കൃഷി ചെയ്യാറ്? അല്ലല്ല, മുൻ വർഷങ്ങളിൽ അല്ലല്ല, അവിടെ അല്ല, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള സ്ഥലത്തും ചെയ്യാറില്ല. ഇതിപ്പോ എങ്ങനെ നനയും കാര്യങ്ങളൊക്കെ? അതും തൊട്ടടുത്തുള്ള അവർ തന്നെ നമുക്ക് വെള്ളമൊക്കെ തരും, സഹായിക്കും. അപ്പൊ നല്ല സപ്പോർട്ടുണ്ട്, ജനപിന്തുണ ഉണ്ട്. അപ്പൊ വരും വർഷങ്ങളിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനിയും പ്രതീക്ഷിക്കാം. വേറെ കൃഷി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇടയൂർമുളക് കുറച്ച് ചെയ്യണമെന്ന്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ കുടുംബശ്രീയുടെ വിഷുച്ചന്ത ആയിരിക്കും അല്ലേ? അപ്പൊ നടക്കട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ തുടങ്ങി വെച്ചൊരു സംരംഭമാണ്. അത് വിജയിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനും അതെല്ലാം വിജയത്തിലെത്താനും പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. മഞ്ഞ പൂക്കള്, സൂര്യകാന്തി പൂക്കള്, എൻ്റെ മഞ്ഞ വണ്ടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം. പാവം വണ്ടി വെയിൽ കൊണ്ടിട്ട്